എന്തു പറ്റിയടാ? ഒരുമാതിരി ആന കയറിയ കരിമ്പത്തോട്ടത്തിന്റെ മുതലാളിയെ പോലെ. നീ തന്നെ അത് പറയണം. എടാ, സുനിലിനെക്കാട്ടും അടുപ്പുള്ള ആളല്ലേ ഞാൻ, നിന്റെ ഫ്രണ്ട്. എന്നിട്ട് നിനക്കൊരു സൗഭാഗ്യം വന്നപ്പോ നീ അവന് കൊടുത്തില്ലേ? നീ അതിനെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കല്ലേടേ. ഞാൻ തന്നെ അത് മറക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുക. എനിക്ക് മറക്കാൻ പറ്റില്ല. ഒരു ഡിന്നർ, അതും നടി അംബികാ ബാലന്റെ കൂടെ. ആരും സ്വപ്നം കാണുന്ന ഒന്നല്ലടാ അത്. എന്നിട്ട് സുനിലിന് അത് കൊടുത്തു. നിനക്ക് എന്നെ ഒന്നും ഓർക്കായിരുന്നില്ലേ? അവൻ അത് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാ? പൊട്ടനെ ഭൂട്ടാൻ ലോട്ടറി കിട്ടിയ മാതിരി. ഞാനായിരുന്നെങ്കിൽ അടുത്ത പടത്തിലൊരു ചാൻസ് വാങ്ങിച്ചേനെ. നീ പോയേ. എനിക്ക് കിട്ടിയ ഭാഗ്യം ഞാനത് തോന്നിയവർക്ക് കൊടുക്കും. ചിലപ്പോൾ ആ ടിക്കറ്റ് കീറിക്കളഞ്ഞെന്ന് വരും. ടോണി, നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനൊരു അവസരം വേറെ ആൾക്ക് കൊടുക്കുവോ? പത്രത്തിലൊക്കെ ഫോട്ടോ വരുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടോ? പത്രത്തിലാ? എവിടെ? നീ നോക്കിക്കോ, എന്റെയും ഫോട്ടോ ഇതുമാതിരി പത്രത്തിൽ വരും. നീ കണ്ടോ? എന്റെ വാശിയാ. അത് കഴിഞ്ഞ് നിന്റെ മുന്നിലൂടെ സ്ലോ മോഷൻ നടത്തണ്ട. ആ പാറു, വെല്ലുവിളിന്റെ ഇടയിൽ നിന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല. നീ വരുന്നു എന്റെ കൂടെ? ഇല്ല ആനന്ദേ, എനിക്ക് നിന്നെ പോലെ സ്ലോ മോഷനിൽ നടക്കാറില്ലല്ലോ. ശരി, എന്നാ ഞാൻ പോവാ. നോക്കു പാറു, പാറു നീ അങ്ങനെ പറയരുത്. ഇന്നലെ മുഴുവൻ ഞാൻ നിനക്ക് വേണ്ടിയാണ് വേസ്റ്റ് ചെയ്തത്. ഇന്നും അങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവാ? ഇന്നലെ 11 മണിക്ക് നീ വരുമെന്ന് പറഞ്ഞു, വന്നില്ല. അത് കഴിഞ്ഞ് 1 മണിക്ക് നീ വരാമെന്ന് പറഞ്ഞു, നീ വന്നില്ല. നോക്കു പാറു, ഇത് അവസാനത്തെ പ്രാവശ്യമാണ് ഞാൻ പറയുന്നത്. നിന്റെ ഭാഗത്തുനിന്ന് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല ഞാൻ വിശ്വസിച്ചോട്ടെ. പാറു പാറു, അത് ഇവിടെ പറഞ്ഞ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പാറു. അല്ല പാർവതി. അതേതാ വേറൊരു പാറു? അതൊരു പാർവതിയാ. ആ പാർവത്തിന് എന്തിനാ പാറു എന്ന് വിളിക്കുന്നത്? അവൾ ആരാ? പാറു അല്ല, പാർവതി കമ്പനിയുടെ ഒരു ക്ലയന്റ് ആണ്. വളരെ വേണ്ടപ്പെട്ട ഒരു ക്ലയന്റാ. നിന്നെ പാറു 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 എന്ന് വിളിച്ചിട്ട് പാർവതിനെ വിളിക്കുമ്പോ എന്റെ വായില് പാറുന്നേ വരുള്ളൂ. എന്നാ പിന്നെ സാജൻ ബുദ്ധിമുട്ടുണ്ടാ. ആ പാറുവിനെ മാത്രം വിളിച്ചാ മതി. ഞാൻ പോവാ. അയ്യോ പാർവതി, അല്ല പാറു, അങ്ങനെ പറയില്ല പ്ലീസ്. വീണ്ടും പിണങ്ങാനുള്ള കാരണം നീ ഉണ്ടാക്കില്ല. ഞാനല്ലല്ലോ, സാജനല്ലേ ഉണ്ടാക്കിയത്. സാജന്റെ ഒപ്പം കറങ്ങാൻ വേണ്ടി റോഷനോട് കള്ളം പറഞ്ഞിറങ്ങി എന്നെ വേണം പറയാൻ. ഞാൻ പോവാ. അയ്യോ പാറു, ഞാനിനി അവളെ ഒന്നും വിളിക്കുന്നില്ല. അവളുമായുള്ള ഡീലിങ്സ് ഞാൻ കമ്പനിയിലെ മറ്റാരെങ്കിലും ഏൽപ്പിച്ചോളാം. അല്ലേ പോട്ടെ, ആ ക്ലയന്റിനെ ഇനി വേണ്ടെന്നേ ഞാൻ വെച്ചോളാം. എന്തേ പോരെ? ശരി, എന്താ പരിപാടി? നിനക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചെന്നല്ലോ എന്ന് ആലോചിക്കാം. ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റ്? അതൊക്കെ പറയാം, പോവാം. ടോണി, റോജ പോവാം. ഇത് എന്ത് വേഷോടത്? എന്താ കുഴപ്പം? കുഴപ്പം മാത്രമേ ഉള്ളൂ. കൂടെ നടക്കുന്ന ഞാനാണെന്നെങ്കിലും ഓർക്കണ്ടേ? ഇത് അസൂയ. ഞാൻ കൂടെ നടന്ന എല്ലാവരും എന്നെ തന്നെ നോക്കുള്ളൂ എന്നുള്ള അസൂയ. പിന്നെ അസൂയ. ഇതുപോലെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ പെൺപിള്ളേർ ഇഷ്ടപ്പെടുന്ന കാലമൊക്കെ കഴിഞ്ഞ്. അതൊക്കെ പണ്ട്. ആ സത്യം. ആ ഈ കോളിംഗ് ബെല്ലിന്റെ ഫോൺ കോളിന്റെ ശബ്ദം കേട്ടിട്ട് സത്യം എന്ന് പറയുന്ന ഡയലോഗ് കൾട്ടായി പോയി റോജ. പുതിയ വല്ല ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇറക്കും. മോനിപ്പോ പോയേ വാതിൽ തുറന്ന് ആരാ നോക്ക്. ചെല്ല്. ആ അല്ലെങ്കിൽ കൗണ്ടർ പറയാനില്ലത്തപ്പോ ആളെ പറഞ്ഞു വിട്ട് സീൻ ക്ലിയർ ആക്കുന്നത് റോയിച്ചന്റെ പണ്ടേ ഉള്ള പരിപാടിയാണ്. ചെല്ല്. ആരുടെ? ഹൗസ് നമ്പർ 71. അതെ. വൈലോപ്പള്ളിയിലെ? അതെ. ബൈലൈൻ 2? അതേന്ന്. ഹോ, അപ്പൊ ഇത് തന്നെ. റോയ് ഐസക്കുണ്ടോ? പിന്നെ അതങ്ങ് ആദ്യമേ ചോദിച്ചാ പോരെ? അല്ല, 3 വീട് മാറിക്കേറിയ അതാ. റോയിച്ചാ, അളിയാ, എത്ര വർഷം കണ്ടിട്ട് ഒരു വിവരമില്ലല്ലോ. വിവരമില്ലെന്നുള്ളത് കണ്ടപ്പോഴേ മനസ്സിലായി. നീ ഈ വീടൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചു? ചോദിച്ചു. അതെ, അവസാനം ചോദിച്ച എന്നോടാ. നീ കണ്ടിട്ടില്ലല്ലോ അവനെ. എന്റെ അനിയനാ ടോണി. ഹലോ. എന്ത് ചെയ്യുന്നു? കുറച്ചു കാലമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഇപ്പൊ വാല് തുറന്നല്ലോ. തമാശക്കാരനാണല്ലേ? റോയിച്ചന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അതെങ്ങനെ മനസ്സിലായി? അല്ല, റോയിച്ചന്റെ തമാശയും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ, സെയിം ലെവലാ അല്ലേ റോയിച്ച? അതൊക്കെ പോട്ടെ. ഇത് വിനു. ഇപ്പോ അല്ല, നീ ഇപ്പൊ എന്ത് ചെയ്യുക? എറണാകുളത്ത് തന്നെ ഒരു FM റേഡിയോയിൽ പ്രോഗ്രാം പ്രൊഡ്യൂസറാ. ഇപ്പോ FM-ൽ പ്രോഗ്രാം പ്രൊഡ്യൂസറാ. നീ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ടോ. ചെല്ല്. നീ വേടാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നിന്റെ വിശേഷം പറ ആദ്യം. ഹോ, എന്ത് വിശേഷം? ഒരു കോഫി ഷോപ്പും അല്ലറ ചില്ലറ ബിസിനസ് ആയിട്ട് ഇങ്ങനെ പോകുന്നു. അല്ല, നിന്റെ മുഖത്ത് എന്തോ വലിയ സന്തോഷമുണ്ടല്ലോ. എന്താ കാര്യം? സന്തോഷം അത് തന്നെ. അത് പറയാൻ വേണ്ടിയാ ഞാൻ വന്നത്. നിനക്കറിയാലോ, സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കല്യാണം കഴിക്കാന്നുള്ളത്. ഒടുവിൽ അത് ശരിയായി. അത് ക്ഷണിക്കാൻ വേണ്ടി വന്നതാ ഞാൻ. അപ്പൊ അത് സംഭവിക്കാൻ പോകുന്നു. വെറുതെ അല്ല സന്തോഷം. സന്തോഷം ഉണ്ടാവാതിരിക്കുവോ? വീട്ടിൽ എന്ന് തുടങ്ങിയ നിർബന്ധമാ. അച്ഛൻ ഒരേ വാശി.
നല്ലൊരു വരുമാനമായിട്ട് കല്യാണം കഴിച്ചാൽ മതിയെന്ന്. ഞാൻ ലോൺ എടുത്ത് കല്യാണം കഴിച്ചാലോ എന്ന് ആലോചിച്ചതാ. പിന്നെ ഫാമിലി പണി റെഡിയായപ്പോൾ ഒന്നും നോക്കിയില്ല. അല്ല, നിനക്കെന്താ കല്യാണം കഴിക്കാൻ ഇത്ര ആഗ്രഹം? അതിപ്പോ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം കാണില്ലേ. റോഹിക്കാണ് ഹൈദരാബാദി ബിരിയാണി കഴിക്കാനുള്ള ആഗ്രഹം, ചിലർക്ക് ഐസ്ക്രീം കഴിക്കാൻ ആഗ്രഹം, ചിലർക്ക് പൊറോട്ട കഴിക്കാൻ ആഗ്രഹം. അതുപോലെ എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം. ഏട്ടാ. കൊടുക്ക്. അടുത്ത മാസം 24-ാം തീയതിയാണ് കല്യാണം. റോയ് ടോണിയും കൂട്ടി തലേദിവസം തന്നെ വരണം. നമ്മുടെ പഴയ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാവും. ദാ, അഞ്ജന, നല്ല പേര്. എടാ, ഞാനൊന്ന് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോയിട്ട് വരാം. അർജന്റായ കാര്യമോ? നീ ഇവിടെ തന്നെ വേണം. ഞാൻ വന്നിട്ടേ പോകാൻ പാടുള്ളൂ. നിന്നെ കണ്ടപ്പോൾ ഞാൻ ആ കാര്യം വിട്ടുപോയി, അതുകൊണ്ടാ. അത് സാരമില്ല, ടോണി ഉണ്ടല്ലോ, ഞങ്ങൾ സംസാരിച്ചിരുന്നോളാം. എടാ, വേറൊന്നും തോന്നരുത്. ഞങ്ങൾ ഒരിടത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ഞാനത് വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ കൊണ്ടുവരാം. 1-1.5 കൊല്ലം കഴിഞ്ഞിട്ട് കാണുകയല്ലേ, അപ്പം നിന്നെ കാര്യമായിട്ട് സൽക്കരിക്കണ്ടേ? ശരി, കുടിക്ക്. ടോണി, നോക്കിയേ.